എന്റെ ഭൂമി ഡിജിറ്റൽ റീസർവേ കരാർ ജീവനക്കാർ കടുത്ത പ്രതിസന്ധിയിൽ 4 മാസമായി സർവേയർമാർക്കും ഹെൽപ്പർമാർക്കും ശമ്പളം ലഭിച്ചിട്ടില്ല. ഇതോടെ 4000-ലധികം ജീവനക്കാരാണ് പ്രതിസന്ധിയിലായത്. സർവേയർമാർക്ക് 24,520 രൂപയും ഹെൽപ്പർമാർക്ക് 18,390 രൂപയുമാണ് പ്രതിമാസ വേതനമായി ലഭിക്കേണ്ടത്. എന്നാൽ ഫണ്ട് ലഭ്യതക്കുറവും ബില്ലുകൾ മാറുന്നതിലെ കാലതാമസവുമാണ് ശമ്പളം മുടങ്ങാനിടയാക്കുന്നത്. വേതനം മുടങ്ങിയതോടെ ജീവനക്കാർ സർവേ നടപടികളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. ബെൻസൺ ബാബു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേർന്നു. ബെൻസൺ, വിശദാംശങ്ങൾ. സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്തെ മുഴുവൻ ഭൂമിയും ഡിജിറ്റലായി അളന്ന് അതിന്റെ രേഖകൾ സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഈ എന്റെ ഭൂമി ഡിജിറ്റൽ റീസർവേ പദ്ധതി കൊണ്ട് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ അവർ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. 2022 നവംബറിലാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത്. അന്നും ഈ പറഞ്ഞതുപോലെ തന്നെ 4000-ലധികം കരാർ ജീവനക്കാരെ ഈ ജോലി ഏൽപ്പിച്ചുകൊണ്ടായിരുന്നു ഈ പ്രവൃത്തി മുൻപോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഈ പ്രവൃത്തി പ്രാവർത്തികമാകുന്നതോടെ അല്ലെങ്കിൽ ഈ പദ്ധതി പ്രാവർത്തികമാകുന്നതോടെ വലിയൊരു ഡിജിറ്റൽ വിപ്ലവം തന്നെ സംസ്ഥാനത്തുണ്ടാകും എന്നുള്ളതായിരുന്നു അന്നത്തെ സംസ്ഥാന സർക്കാരിന്റെയും റവന്യൂ വകുപ്പിന്റെയും ഒരു കാഴ്ചപ്പാട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 4000-ലധികം ജീവനക്കാരെ നിർത്തിക്കൊണ്ടും ഈ പ്രവൃത്തി കാലയളവിലെല്ലാം തന്നെ നടന്നു പോന്നുകൊണ്ടിരുന്നതും. എന്നാൽ കഴിഞ്ഞ 4 മാസക്കാലമായി ഇവർക്ക് ശമ്പളം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി. അതിന്റെ പ്രധാന കാരണമായി നമ്മൾ അധികൃതരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫണ്ട് ലഭ്യതക്കുറവും ബില്ലുകൾ മാറുന്നതിലെ കാലതാമസവുമാണ് അതിന്റെ കാരണമെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് മാസത്തെ ശമ്പളം അവർക്ക് ലഭിക്കേണ്ടിയിരുന്നത് ഏപ്രിലിലായിരുന്നു. എന്നാൽ ഏപ്രിലിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിലേക്ക് സംസ്ഥാന സർക്കാരും മറ്റ് ആളുകളും പോയതിനാൽ തന്നെ ആ മാസത്തെ ശമ്പളം മുടങ്ങുന്നു. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അടുത്ത സർക്കാർ അധികാരത്തിലേറുന്നു. ആ സമയത്ത് പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഫണ്ടിന്റെ ലഭ്യതക്കുറവുള്ളതിനാൽ തന്നെയും ഇതിന്റെ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ പുതിയ സംസ്ഥാന സർക്കാർ തയ്യാറാവാത്തൊരു സാഹചര്യമുണ്ട്. മുൻ കുടിശ്ശിക തീർക്കാനോ അതോടൊപ്പം തന്നെ ഇവർക്ക് ശമ്പളം നൽകുന്നതിൽ ഒരു അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാനോ പുതിയ സംസ്ഥാന സർക്കാർ തയ്യാറാവാത്തത് കൊണ്ടും കഴിഞ്ഞ 2 മാസത്തെയും ശമ്പളം മുടങ്ങുന്നു. അങ്ങനെ പൂർണ്ണമായും 4 മാസത്തെ ശമ്പളം മുടങ്ങി നിൽക്കുന്ന സാഹചര്യമാണ് ഈ കരാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അവർക്ക് ലഭിക്കേണ്ട തുക എന്ന് പറയുന്നത് 24,520 രൂപയാണ് സർവേയർമാർക്ക് ലഭിക്കേണ്ടത്. ഹെൽപ്പർമാർക്ക് ലഭിക്കേണ്ടത് 18,390 രൂപയും. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മറ്റ് ജോലിക്കൊന്നും ഇവർ പോകുന്ന ആളുകളല്ല. ഇവർ ഈ തൊഴിൽ മാത്രമാണ് അല്ലെങ്കിൽ ഈ ജോലി മാത്രമാണ് കഴിഞ്ഞ 4 വർഷക്കാലമായി എടുക്കുന്നത്. അപ്പോൾ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങൾ പല ദിവസങ്ങളിലും ഇവർക്ക് ഉണ്ടാകുന്നുണ്ട്. വെയിലുള്ള ദിവസമാണെങ്കിലും മഴയുള്ള ദിവസമാണെങ്കിലും ഇവർക്ക് ഇവരുടെ ജോലി പൂർത്തിയാക്കേണ്ടതുണ്ട്. അങ്ങനെ വലിയ പരിശ്രമത്തിലൂടെ പൂർത്തിയാക്കി വന്നിരുന്ന ജോലിയാണ്. പക്ഷേ കഴിഞ്ഞ 4 മാസക്കാലമായി ഇവർക്ക് ജോലിയില്ല. നമ്മൾ പല ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർ പരസ്യമായിട്ടുള്ള പ്രതികരണത്തിനൊന്നും തയ്യാറായില്ല. പക്ഷെ അവർ പറയുമ്പോഴും അവർക്ക് പല ദിവസങ്ങളിലും ഈ ജോലിക്ക് സർവേക്ക് പോകാൻ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നോ ബെൻസൺ? അതെ സേതുലക്ഷ്മി, ഇവർ പരസ്യമായി പലയിടങ്ങളിലും പല ജില്ലകളിലും പരസ്യമായി പ്രതിഷേധത്തിലേക്ക് ഉൾപ്പെടെ കടന്നിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളം അതോടൊപ്പം തന്നെ കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിൽ ഇവർ പരസ്യ പ്രതിഷേധങ്ങളിലേക്ക് ഉൾപ്പെടെ പോയിട്ടും കൃത്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ, അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ ഇതുവരെ അധികാരികൾ തയ്യാറായില്ല എന്നുള്ളതാണ്. അതിന്റെ കാരണമായി ഇവർ പറയുന്നത് മേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫണ്ടിൽ ലഭ്യതക്കുറവുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഫയലുകൾ നീങ്ങുന്നതിലും അതോടൊപ്പം തന്നെ ഈ ബില്ലുകൾ മാറുന്നതിലും വലിയ കാലതാമസം എടുക്കുന്നുണ്ട്. അതാണ് ഇവർക്ക് ശമ്പളം മുടങ്ങാൻ കാരണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എന്ത് തന്നെയാണ് ഇതൊരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റവന്യൂ വകുപ്പിന് വളരെ ഉപകാരപ്രദമാകുന്ന, വരും കാലങ്ങളിൽ വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ഡിജിറ്റൽ വിപ്ലവമായി തന്നെ നമുക്ക് മുൻപോട്ട് വെക്കാൻ തന്നെ കഴിയുന്ന ഒരു പദ്ധതി തന്നെയാണ്. അപ്പോൾ അത് പൂർണ്ണ രീതിയിൽ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. അതിന് ഇവർക്കുള്ള ശമ്പളം അടിയന്തരമായി ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ജീവനക്കാർ പൂർണ്ണമായും ഈ സർവേ നടപടികളിൽ നിന്നും മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് സർവേ പൂർത്തിയാകാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പൊ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ 2022 നവംബറിലാണ് ഈ പദ്ധതി തുടങ്ങുന്നത്. 4 വർഷക്കാലത്തിനുള്ളിൽ ഈ പദ്ധതി പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഇനിയിപ്പോൾ ആ പദ്ധതി പൂർത്തിയാകലിന്റെ നമുക്ക് ഈ വാർത്ത അധികാരികളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുകയാണ്. എത്രയും വേഗം ഒരു നടപടി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. ബെൻസനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മുടെ